ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, IM വിജയൻ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇതിഹാസ സമാനനായ ഒരു വ്യക്തിയാണ്. ഓരോ മലയാളിക്കും അയാൾ വലിയ അഭിമാനമാണ്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ സ്വന്തം മകൻ്റെ വിവാഹ ചടങ്ങിൽ നിലവിളക്കിന് മുന്നിലൂടെ ചെരുപ്പിട്ട് നടന്നുപോയി എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, അദ്ദേഹം താമസിച്ചിരുന്ന കോലോത്തുംപാടത്തെ ചേരിയുടെ പേരിലൊക്കെ വല്ലാതെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ജാതി വിഷം പേറുന്ന മനുഷ്യർ ഈ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരം അധിക്ഷേപങ്ങൾ. താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അതിൽ ഒരു അതിശയമായി ശ്രീ കിരൺ കാണാനില്ല. നമ്മൾ എത്രയോ കാലമായി ഈ ഫ്യൂഡൽ ജാതി വരേണ്യവർഗ ചിന്തയെക്കുറിച്ചൊക്കെ നമ്മൾ പുരാതന കാലം മുഴുവൻ സംസാരിക്കുന്നല്ലോ, പഴയ കാലം ഒതൊക്കെ. ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ അയ്യങ്കാളിയും അതുപോലെ തന്നെ അവരുടെ കൂടൊപ്പം നിന്ന് സഹപ്രവർത്തകരായിട്ടുള്ള ധാരാളം നവോത്ഥാന നായകന്മാർ നമ്മുടെ കേരളത്തിൽ ഇതിനെതിരെ പടപൊരുത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം വരാം. മന്നത്ത് പത്മനാഭന്റെയൊക്കെ ചരിത്രം അറിയാമല്ലോ. അദ്ദേഹം ഒരു നായർ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് വൈക്കത്തമ്പലത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരം അടക്കം നയിച്ചു. കാരണം പഴയ കാലത്ത് ഗുരുദേവനായാലും മന്നത്ത് പത്മനാഭനൊക്കെ അത്ര വൈഡായിട്ട് സാധാരണക്കാരിലേക്ക് വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഈ പാവപ്പെട്ട ഇതുപോലുള്ള പാവപ്പെട്ട സംവരണ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് പടം നയിച്ച് അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരം അടക്കം നടത്തി. നമ്മൾ എന്തിനാ പറയുക, നായർ വിഭാഗത്തിന് പോലും ഒരു കാലത്തുണ്ടായിരുന്നല്ലോ. മുന്നോക്കം എന്ന് പറയുന്ന നായർ വിഭാഗത്തിന് പോലും അറിയാമല്ലോ. കൃഷ്ണപിള്ളയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നത് അതുകൊണ്ടാണ്. അപ്പൊ കൃഷ്ണപിള്ള മണിയടിച്ചപ്പോൾ കൃഷ്ണപിള്ളയ്ക്ക് പറയേണ്ടി വന്നു, നല്ല നായര് മണിയടിക്കും, ഇലനക്ക നായർ പുറത്തടിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ തന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് വേദികളിൽ പറയാറുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി എന്ന് പറയും. ഇന്ന് പഴയ കാലത്തിനേക്കാൾ പുതിയ തലമുറ, ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എനിക്കൊക്കെ ലജ്ജ തോന്നിയിട്ടുണ്ട്. പുതിയ തലമുറ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന യുവാക്കളാണല്ലോ. അവരൊക്കെ ഇത്രത്തോളം ഫ്യൂഡൽ ജാതി വ്യവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന യുവതലമുറ ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ കാണുമ്പോൾ ഇവരെങ്ങോട്ടാണിത് പോകുന്നത്? പഴയ വരേണ്യവർഗത്തെക്കാൾ അപകടകരമായ വരേണ്യവർഗം വരാൻ പോവുകയാണ്. ഇന്ന് മറ്റൊന്നുകൂടെ പറയാം. നമ്മൾ ഈ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനും പൊതുപ്രവർത്തകനും കൂടെ, ഞാൻ എല്ലാത്തരം ആൾക്കാരിലും ഞാൻ അത്തരത്തിൽ എനിക്ക് പറയാൻ ഇത് ബുദ്ധിമുട്ട്. പൊതുപ്രവർത്തകരായതുകൊണ്ട് ഈ നമ്മൾ വലിയ ആദർശം പറയുന്ന നേതാക്കൾ പോലും ഈ പാവപ്പെട്ട വീട്ടിൽ നമ്മൾ സൗഹൃദ സന്ദർശനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോകുമ്പം അവർ കൊടുക്കുന്ന ഒരു ചായ പോലും മേടിച്ച് കുടിക്കാത്ത നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്. ശരി, എനിക്കത് വെളിപ്പെടുത്തി പറയാൻ പറ്റത്തില്ല. ഈ ആദർശമൊക്കെ എല്ലാവരും പറയത്തേ ഉള്ളൂ. ഈ പാവപ്പെട്ട ഞാൻ എല്ലാ വീട്ടിലും പോയാലും എനിക്ക് ഭക്ഷണം തന്നാൽ കഴിക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റ്, എന്നെ അറിയാവുന്നവർക്ക് അറിയാം. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം. എപ്പോഴും പലരും ഈ ഇതുപോലുള്ള ആൾക്കാരുടെ വീട്ടിൽ, നമ്മളെ പാവങ്ങളുടെ വീട്ടിൽ പോയാൽ ഇത്തരത്തിലുള്ള ഈ ജാതി നോക്കി ഭക്ഷണം കഴിക്കാത്തവരുണ്ട് ഇപ്പോഴും. അതായത് വളരെ പഴയ കാലത്തേക്കാൾ ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ അയ്യൻകാളി അതിനേക്കാൾ വളരെ അപകടത്തിലോട്ട് പോയ ശ്രീ കിരൺ പുതിയ തലമുറ ഞങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് ഇതിന് വഴി? എന്നാൽ ചോദിക്കും, നമുക്ക് ജാതീയത മാറ്റാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് അംബേദ്കർ അടക്കം ഭരണഘടന കൊണ്ടുവന്ന് അതിനുശേഷം ഈ പാവങ്ങളുടെ ഈ ദുര്യോഗം കൊണ്ടാണ് അവർക്ക് സംവരണമൊക്കെ കൊടുക്കുന്നത് നമ്മളെ ഗവൺമെന്റുകൾ. കാരണം അത്രത്തോളം മാനസിക തകർച്ച അവർ നേരിടുകയാണ്. എന്നോട് ഞങ്ങൾ പൊതുപ്രവർത്തകരായതുകൊണ്ട് എന്റെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തമേശയ്ക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനൊരു പാർട്ടിക്കാരനോട് ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സംവരണങ്ങൾ കിട്ടുന്നുണ്ട്, എനിക്ക് അത്ര പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. സംവരണം അപ്പോഴാകുമ്പോ എന്റെ പൊന്നു രാധാകൃഷ്ണൻ ചേട്ടാ, ഞങ്ങൾക്ക് ഒരു സംവരണവും വേണ്ട, നിങ്ങളെപ്പോലൊരു ജാതി ആയാൽ മതി. എനിക്കിത് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ സുഹൃത്തിന്റെ പേര് അങ്ങനെ വിഷമത്തോടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഫ്യൂഡൽ ജാതീയതയ്ക്കെതിരെ വലിയ മാറ്റം നമുക്കിനെ പോയി. ഏറ്റവും വലിയ ദുര്യോഗം ശ്രീ കിരൺ, ഈ പുതിയ കാലഘട്ടത്തിൽ ആചാര്യന്മാരൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. വ്യക്തമാണ് ശ്രീ രാധാകൃഷ്ണൻ. ഇപ്പോഴും ചില വീടുകളിൽ പോയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറാവാത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ തന്നെ അതൊരു വലിയ എത്രത്തോളം അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.